ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടകം 1 രാമായണം പാരായണമാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ജീവചരിത്രം 3-ാം ദിവസമാണ് പറഞ്ഞത്. ഞാൻ തൃത്താല ഒരു സ്കൂളിൽ ഒരു മാസം എനിക്ക് ട്രാൻസ്ഫറായിട്ട് കിട്ടി. അങ്ങനെ ഞാൻ അവിടെ പോയി. ഒരു മാസം കൊണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം മുതൽ അവിടുത്തെ AEO മിക്ക ദിവസങ്ങളിലും സ്കൂൾ വിസിറ്റിന് വരുമായിരുന്നു. അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ AEO ഓഫീസ് എവിടെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് തലേ ദിവസമേ ഞാൻ പോയി അവിടെ ചെന്ന് ഞാനും ഇന്ദിര ടീച്ചറും കൂടിയാണ് പോയത്. അവിടെ ചെന്ന് കണ്ടു. അപ്പോൾ തന്നെ എന്നോട് AEO പറഞ്ഞു, പിന്നെ ടീച്ചറെ എല്ലാം കൊള്ളാം, ലീവ് എടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ് സാറേ പറ്റുക? എൻ്റെ വീട് കുറച്ച് ദൂരെ കിടക്കുന്നു, എൻ്റെ ആൾക്കാരെല്ലാം ദൂരെയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ലീവ് എടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ലീവ് എടുക്കണ്ട എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, നീണ്ട ലീവ് എടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അതൊക്കെ സാറേ, അത് ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോരുകയും ചെയ്തു. തലേ ദിവസം പോന്നു. പിറ്റേ ദിവസം ജോയിൻ ചെയ്തു. 4 ക്ലാസ് വരെയുള്ളൂ. 1 മുതൽ 4 വരെയുള്ള ഒരു സ്കൂളാണ്. തൊട്ടടുത്ത് മുസ്ലിം പള്ളിയാണ്. അങ്ങനെ 4 അധ്യാപകരുമേ ഉള്ളൂ അവിടെ. ശ്രീകുമാരൻ സാറായിരുന്നു അവിടുത്തെ പ്രധാന അധ്യാപകൻ. എന്ത് പറഞ്ഞാലും എങ്ങനെയാണെന്ന് പറഞ്ഞാലും ആ 4 പേരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. കുട്ടികൾ അതിലേറെ സന്തോഷം. കുട്ടികൾക്ക് ഞാനവിടെ ചെന്ന് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം, ജൂലൈയിലാണെന്ന് തോന്നുന്നു ഞാനവിടെ ചെന്നത്. ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് ഓണത്തിൻ്റെ അവധിയാണ്. ആ സമയത്ത് ഞാൻ കുട്ടികൾക്ക് അവിടെ അന്ന് പരിപാടികൾ നടക്കും, കുട്ടികളുടെ പരിപാടി, കലാപരിപാടികളൊക്കെ നടക്കും. പക്ഷേ എനിക്കാണെങ്കിൽ നാട്ടിലോട്ടൊന്ന് പോകണം താനും. അപ്പം ഞാൻ എന്നിരുന്നാലും ഞാൻ കുട്ടികൾക്ക് എല്ലാ കലാപരിപാടികളും പഠിപ്പിച്ചൊക്കെ കൊടുത്തു. അറബിയുടെ തന്നെ എല്ലാം കൊടുത്തു. അങ്ങനെ കുട്ടികളതെല്ലാം നന്നായിട്ട് പഠിച്ച് നമുക്ക് ആ 10 ദിവസത്തെ പൂട്ടലിൽ ഞാൻ നാട്ടിലോട്ട് പോയി. നാട്ടിൽ പോയിട്ട് അന്നൊക്കെ ഞാൻ പോയ 10 ദിവസം നിന്നിട്ടേ ഞാൻ വരികയുള്ളൂ. കാരണം എപ്പോഴും പോകുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഒരിക്കലും ഇല്ലാത്ത ഒരു സന്തോഷമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. കാരണം ടീച്ചറെ ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ടു. ഇന്നലത്തെ മറ്റു ടീച്ചർമാരും പറഞ്ഞു കേട്ടോ, ഇന്നലത്തെ പരിപാടിക്ക് ടീച്ചർ ഇവിടെ വേണമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തേ? വന്ന രക്ഷിതാക്കളെല്ലാം ടീച്ചറെയാണ് അന്വേഷിച്ചിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അത്? അപ്പോൾ കുട്ടികൾ പരിപാടികൾ നന്നായിട്ട് അവതരിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, കുട്ടികളുടെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാം നല്ല പരിപാടിയായിരുന്നു. വളരെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു പരിപാടി ഞങ്ങൾ കാണുന്നത്, ഈ സ്കൂളിൽ നടക്കുന്നത്. കാരണം വരുന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് സ്ഥലമാറ്റം മേടിച്ച് പോവുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സന്തോഷം. രക്ഷിതാക്കളെ ചോദിച്ചു, ടീച്ചറെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു. അപ്പം ആയിക്കോട്ടെ, സന്തോഷം. അങ്ങനെ ഒരു മാസം കഷ്ടി കൂടി ഞാനവിടെ നിന്നില്ല. അപ്പോഴേക്കും എനിക്കറിയില്ല എന്നെ ആരാണ് സഹായിക്കുന്നതെന്ന് എനിക്ക് തന്നെ വ്യക്തമല്ല. എൻ്റെ കാരണം പിന്നെ അതിന് മുൻപായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്, വലിയ മറവി വരുന്നു. അങ്ങനെ അതിന് മുൻപ് തന്നെ അതിന് മുൻപല്ല, അതിന് ശേഷമാണ്. അപ്പം വളരെയേറെ പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളത്. കാരണം ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, അതുകൊണ്ട്. അപ്പം ഈ പോസ്റ്റ് പോകുന്ന സമയത്ത് എന്നോട് നമ്മുടെ ഒറ്റപ്പാലം DEO സാർ എന്നോട് പറഞ്ഞു, ടീച്ചർക്ക് കുറച്ച് ദിവസം മാത്രം ദൂരേക്ക് പോകേണ്ടി വരുള്ളൂ, ടീച്ചറെ കുറച്ചേ കൂടി അടുത്തേക്ക് കൊണ്ടുവന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു,
പിന്നെ അവിടെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, ഒറ്റപ്പാലം BRCയിലേക്ക് ടീച്ചറെ ട്രെയിനറായിട്ട് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സന്തോഷമായി. അപ്പം ഞാൻ അന്ന് തന്നെ ഞാൻ പറഞ്ഞു കുട്ടികളോടും പറഞ്ഞു, അധ്യാപകരോടും ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പോവാണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ സ്കൂളിലേക്ക് എനിക്ക് വരണം, അവിടെ വന്നിട്ട് വേണം ഓർഡർ കൈപ്പറ്റാനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ മേടിച്ചിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോരും. പിള്ളേരെല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു, കെട്ടിപ്പിടിച്ചിട്ട് അവർ കരഞ്ഞു, ടീച്ചർ പോകല്ലേ 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 പറഞ്ഞിട്ട് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു സീൻ അവിടെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ യാത്ര പറഞ്ഞ് ഞാൻ പോകുന്നെങ്കിലും AEOയ്ക്ക് എന്നെ അവിടെ നിന്ന് വിടാൻ താല്പര്യമില്ല. AEO ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങളുടെ HM പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ AEO കണ്ടിട്ട് യാത്ര പറഞ്ഞിട്ട് പോരാ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ AEO എൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടില്ല. എന്നെ കാണുമ്പോൾ അകത്തേക്ക് വലിഞ്ഞു, കാരണം ഞാൻ പോകണ്ടെന്നുള്ളതാണ് അവിടുത്തെ ഒരു ഇത്. അങ്ങനെ പിന്നെ ഞാൻ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, പിള്ളേരോട് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. അന്ന് പക്ഷേ എനിക്ക് പോരാനും പറ്റിയില്ല. പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ ഉച്ച സമയത്താണ് ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് കുട്ടികൾ ഉച്ചക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് വരാന്തയിൽ ഇങ്ങനെ പാത്രങ്ങളുമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആ ഗേറ്റിൻ്റെ അവിടേക്ക് ചെന്നപ്പോഴേക്കും ഈ കുട്ടികൾ പാത്രങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ആനയിച്ചുകൊണ്ട് വരികയാണ്. പോകല്ലേ പോകല്ലേ പറഞ്ഞിട്ട് അവർക്ക് സന്തോഷമായി ഞാൻ തിരിച്ചു ചെന്നപ്പോഴത്തേക്കിന്. അങ്ങനെ വന്നിട്ട് ഈ കെട്ടിപ്പിടിച്ചിട്ട് പിള്ളേർ വീണ്ടും ഇങ്ങനെ കരഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ മാഷോട് ഞാൻ പറഞ്ഞു, സാറേ എന്താ ഇപ്പോൾ ചെയ്യുക സാറേ, പിള്ളേരുടെ ഒരു ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടമുണ്ട്, പോകാനും തോന്നുന്നില്ല. ഉടനെ ആ സാറിൻ്റെ വായിൽ നിന്ന് വീണ ഒരു വാക്കാണ്, കുട്ടികൾക്ക് കെട്ടിപ്പിടിച്ച് കരയാമല്ലോ ടീച്ചറേ, ഞങ്ങളെന്ത് ചെയ്യും എന്നാണ് എന്നോട് ചോദിച്ചത്. അത്രയ്ക്കും സ്നേഹം കിട്ടിയ ഒരു സ്കൂളായിരുന്നു എനിക്ക് തൃത്താല സ്കൂള്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് പോരാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ പോകുന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പോകുന്നതാണ്. അതിന് മുൻപായിട്ട് വേറെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ മോള് പത്താം ക്ലാസ് പാസ്സായി, നല്ല മാർക്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞ് അന്ന് പ്രീ ഡിഗ്രിയാണ്, അവളുടെ ഇയറിലെ അവസാനം പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിക്ക് കൊണ്ടുവന്നിട്ട് ഗുരുവായൂർ LFൽ തന്നെയാണ് അവളതിനെ ചേർത്തത്. അവിടെ നിന്നും കൊണ്ട് അവൾ പിന്നെ പഠിച്ച് എൻട്രൻസ് എഴുതി അവൾ പാസ്സായി. അവൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് ഹോമിയോ കോളേജിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ അവൾ പോയും വന്നും അങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് അധിക കാലം സന്തോഷിക്കാൻ പറ്റിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് അതിനിടയിൽ പിന്നെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. BRCയിൽ ഞാനിങ്ങനെ പോയി വന്നു. അവിടെ എനിക്കൊരുപാട് കരീം സാറിൻ്റെയും ഹാരിസ് സാറ്, അതുപോലെ തന്നെ അനിൽ മാഷ്, മോഹനൻ മാഷ്, അങ്ങനെ കുറേ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ചെന്നത്. നമ്മുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ നമ്മുടെ പണമോ പദവിയൊന്നും കണ്ടിട്ടല്ല നമ്മളെ ആരും സ്നേഹിച്ചിരുന്നത്. ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് എവിടെ ചെന്നാലും അവിടുന്ന് പോരാനും അവിടുന്ന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2004 പെട്ടെന്ന് എനിക്കൊരു ദുരന്തം. എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടതാണത്. പിന്നെ ഞാൻ അതിന് ശേഷം ഒറ്റയ്ക്കുള്ള ഒരു നീന്തലായിരുന്നു. ഇന്നിവിടെ അവസാനിക്കട്ടെ.